നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ മൂന്ന് അതിഥികൾ, മൂന്നുപേർക്ക് സ്വാഗതം. താങ്ക് യു. കുറുക്കൻ പേരുകൊണ്ട് തന്നെ കൗതുകമാണ് വിനീത്, അല്ലേ? അതെ, പേരുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ആളുകളുടെ മനസ്സിലേക്ക് ഈ പേരങ്ങ് ആഴത്തിലെത്തി എന്നുള്ളതാണ്. അതെ. എന്താണ് കുറുക്കൻ കഥ കേട്ടപ്പോൾ അഭിനയിക്കാമെന്ന് തീരുമാനിക്കാനുള്ള ആദ്യത്തെ പോയിന്റ്? കഥ കേട്ടപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില സിനിമകളുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ആംഗിളും ഒക്കെ ഉണ്ടാവും, എന്നാൽ അതിൻ്റെ കൂടെ ഹ്യൂമറും ഉണ്ടാവും ത്രൂ ഔട്ട്. അത്തരം സിനിമകളിപ്പോൾ അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ ലൗഡായിട്ടുള്ള ചില ഹ്യൂമറിനുള്ള പോസിബിലിറ്റി ഒക്കെ ഉള്ളത് നമ്മൾ സട്ടിലായിട്ടാണല്ലോ ഹ്യൂമർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മുടെ പഴയ ചില സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ആംഗിള് കുറുക്കനുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ ആക്ച്വലി ഫസ്റ്റ് എന്നോട് മനോട്ടം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ടൈറ്റിൽ ഇത് മതിയോ, കുറുക്കൻ അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പോസ്റ്റർ വന്നപ്പോഴാണ് ഈ ടൈറ്റിൽ ഇത്രയും വർക്കാവുന്ന ടൈറ്റിലാണ് സിനിമയ്ക്ക് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ആളുകൾക്ക് ഭയങ്കര ഒരു കൗതുകം ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ തന്നെ. ആരായിരിക്കും കുറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇടത് കയ്യിൽ അച്ഛനെയും വലത് കയ്യിൽ ഷൈനയും വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ, അത് ഭയങ്കര വൈറലായി. പോസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര വൈറലായ പോസ്റ്ററായിരുന്നു. അത് എന്തായാലും നന്നായി ഈ പടത്തിന് കുറുക്കൻ എന്നുള്ള പേര് വന്ന്. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ, എനിക്ക് അച്ഛൻ്റെ സിനിമകൾ, പോലീസ് വേഷം ചെയ്ത സിനിമകൾ, വിനീതിൻ്റെ ട്രെയിലറിൽ തന്നെ ആ വീഴുന്ന ഒരു സീനുണ്ട്, അല്ലേ? അതെനിക്ക് അച്ഛനിലേക്ക് അങ്ങ് നമ്മളെല്ലാം റിലേറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന്. അതൊരു ഗംഭീരമായിരുന്നു ആ ഒരു സീൻ നമ്മൾ കണ്ടപ്പം. അത് അങ്ങനെ തോന്നിയിരുന്നു. എനിക്കിപ്പോൾ ഞാൻ മീശ മാത്രം വെച്ചിട്ടുള്ള സമയത്ത് അങ്ങനെയുള്ള അപ്പിയറൻസിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ മുകുന്ദനുണ്ണി ചെയ്യുമ്പോഴും ചില പോസ്റ്റൊക്കെ ഇങ്ങനെ വരുന്നത് അച്ഛൻ മീശ വെച്ചിട്ട് അഭിനയിച്ചിട്ടുള്ള സമയത്തുള്ളത് എൻ്റെതും കൂട്ടിച്ചേർത്തിട്ട് ഇപ്പോൾ അടുത്ത് വന്നിരുന്നു ചിദംബരോ അങ്ങനെ ഏതോ ഒരു സിനിമയിൽ അച്ഛൻ്റെ ഒരു സ്റ്റില്ലും പിന്നെ എൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അത് കൃത്യമായിട്ട് എല്ലാവരും പോലീസ് വേഷവും പിന്നെ ചെറിയ മീശ പിരിയൊക്കെ നിന്നപ്പോൾ മറ്റേ സന്മനസ്സുള്ള സമാധാനം, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് വർക്കൗട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു എനർജി കിട്ടും, ഒരു ഇച്ചിരി എക്സാജറേറ്റ് ചെയ്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വരും. അതെ അതെ അതെ. അപ്പം ഞാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ ധൈര്യം കിട്ടൂല. അല്ല, അച്ഛൻ തിരിച്ചു വരുന്ന ഒരു സിനിമയാണ്, അല്ലേ? അച്ഛൻ അസുഖം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സിനിമ. അച്ഛൻ ഭയങ്കര എൻജോയ് ചെയ്ത് അഭിനയിച്ച സിനിമയാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇത് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒത്തിരി എന്നോട് കുറേ, ഞാൻ എപ്പോഴും അച്ഛനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അഭിനയിക്കുകയാണ്. എനിക്ക് അച്ഛൻ പറഞ്ഞൊരു കൗണ്ടർ, അന്ന് പൂജയ്ക്ക് പറഞ്ഞൊരു കൗണ്ടർ, വിനീത് അഭിനയിക്കുമോ, രസകരമായിട്ടുള്ള കൗണ്ടറുകളുണ്ടല്ലോ. അങ്ങനെ അതെ, ഈ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആ പോലീസ് സ്റ്റേഷൻ കോടതിയിലെ സീനൊക്കെ കാണുമ്പം അച്ഛനിലേക്ക് ഒരു നോട്ടം വരുന്നുണ്ട്, അല്ലേ? അച്ഛന് ഒരു ചിരിച്ചുകൊണ്ടൊരു നോട്ടം തിരിച്ച് ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ആഴത്തിൽ ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിൽ എന്തൊക്കെ കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ. അല്ല, അത് എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അച്ഛൻ ത്രൂ ഔട്ടുള്ളൊരു സിനിമ വരുമ്പോൾ അതെങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ള ഇതൊക്കെ. ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ടല്ലോ, ഹെൽത്ത് വൈസുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻസ് വരെ ഇവർ കണ്ടുപിടിച്ചതൊക്കെ അങ്ങനെയാണ്. അച്ഛന് എളുപ്പത്തിൽ പോയി വരാൻ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ അറൗണ്ടാണ് ഇതിൻ്റെ അണിയറക്കാരും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റിയിട്ടുള്ളത്. അടുപ്പിച്ച് മഹാസുബേറിൻ്റെ രണ്ടാമത്തെ സിനിമയിൽ വരാണ്. മഹാസുബേർ എന്ന് പറഞ്ഞ കുറേ സിനിമകൾ ഇത് ഹിറ്റടിച്ച ആളാണ്. സുബേറിൻ്റെ ഒരു സിനിമ കുറുക്കൻ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ അമ്മാവൻ്റെ സിനിമ, അമ്മാവൻ ഡയറക്റ്റ് ചെയ്യുന്ന, മോഹൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലേക്ക് വീണ്ടും വിനീത് വരികയാണ്. അത് ഭയങ്കര, നിങ്ങൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഒറ്റ സിനിമയോട് കൂടി. അല്ല, അറ്റാച്ച്മെന്റിന്റെ അല്ല, ഇത് ഈ രണ്ട് പ്രൊജക്റ്റ് സുബേർക്ക കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കണക്കിന് നന്നായി. കാരണം ഒരു ജാതകത്തിന്റെ ഷൂട്ട് ഇപ്പോൾ ഈ സമയത്ത് അവിടെ എടപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടിന്റെയും പ്രൊഡ്യൂസർ സുബൈർക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പ്രൊമോഷൻ വരാൻ പറ്റിയത്. അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസർ വിടൂലല്ലോ. പിന്നെ അവരോട് ചോദിച്ച് ഡേറ്റ് ഒക്കെ എടുത്ത് സുബൈർക്ക് എന്നെ വിളിച്ചു പറയുന്നു, വിനീതിന് ഇന്ന് പ്രൊമോഷൻ ഉണ്ടല്ലോ, വിനീതിനെ ഇങ്ങോട്ടേക്ക്. അപ്പൊ അവിടുന്ന് പറയും, ഇതും നിങ്ങളെ പടമാണ്, അത് ഇറങ്ങാൻ പോകുന്ന പടമല്ലേ, അവനിങ്ങോട്ടേക്ക്. അത് നല്ലൊരു ബാനറിൽ തന്നെയാണ് സുബേർ. എനിക്ക് വ്യക്തിപരമായിട്ട് ഒത്തിരി അറിയാവുന്ന സുബേർ കുറേ സിനിമകൾ ചെയ്തതാണ്. അല്ല, ഇത് എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ഒരു പടം റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ വേറൊരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നു, രണ്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് അത് സുബേർക്കയുടെ എക്സ്പീരിയൻസിൻ്റെ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. നല്ലൊരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിരിക്കണം, അല്ലേ?
വീണ്ടും ഒരു നല്ല സബ്ജക്റ്റിൻ്റെ ഭാഗമായിരിക്കും. ഈ അടുപ്പിച്ച് ഈ ഇടയ്ക്ക് തന്നെ ഈ സിനിമ ഇറങ്ങുമ്പോൾ അടുത്ത വാലാട്ടി ഉൾപ്പെടെ ഇറങ്ങുവാണ്. 2 സിനിമകളാണ് റിലീസായിട്ട് വരുന്നത് കേട്ടോ. 2 സിനിമയുടെ റിലീസായിട്ടാണ് വരുന്നത്. കുറുക്കലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? മനോജാണ് എന്നെ വിളിക്കുന്നത്. വിനീതിനോട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡ്രാഫ്റ്റൊക്കെ ആയിരിക്കും വിനീത് വായിച്ച് കേൾക്കുന്ന ഒരു വർഷം മുമ്പ്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് വിനീതിനോട് വായിച്ച് കേൾപ്പിച്ച ഉടനെ തന്നെ മദ്രാസിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ പല സിനിമകളിലും വക്കീലായിട്ടൊക്കെ അവന് 6ാമത്തേറ്റാണ് കോടതി കഥയിൽ വക്കീലാവുന്നത്. അതല്ലേ? ഇതിൽ ജഡ്ജായിട്ട് 2ാമതാണ്. അപ്പോൾ അതിനിടയിൽ മലയാളത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള വേറെ ജഡ്ജ് കഥാപാത്രങ്ങൾ വന്നു. അതൊരു ചലഞ്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ കഥാപാത്രം ചെയ്യുമ്പോൾ. എനിക്ക് എന്നോട് ബേസിക്കലി എൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറയുന്നത് കൂടാതെ നേരിട്ട് മുഴുവൻ സ്ക്രീൻ പ്ലേയും വായിക്കാനൊക്കെ അവസരം കിട്ടി. അല്ല, ജഡ്ജ് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത്. അത് പറയണം. ശ്രീകാന്ത് ഏട്ടൻ ഭയങ്കര രസമാണ്. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ. കാരണം ഞാൻ ഇവരുടെ സീക്വൻസ് എടുക്കുമ്പോൾ എനിക്കില്ലെങ്കിൽ പോലും ഞാനവിടെ നോക്കിക്കാറുണ്ട്. ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ ഷൈനും വിനീതേട്ടനും ശ്രീകാന്ത് ഏട്ടനും ഉള്ള ഒരു കെമിസ്ട്രി ഒക്കെ ഭയങ്കര രസമാണ്. തിയേറ്ററിൽ ശരിക്കും പറഞ്ഞത് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. നമുക്ക് ജഡ്ജ് എന്ന നിലയിലേക്ക് നമുക്കിപ്പം തിയേറ്ററിൽ കൈയടി കിട്ടിയ ഒരു സിനിമയായിരുന്നു എന്നാ താൻ കേസ് കൂടെ, അല്ലേ? ഗംഭീര ജഡ്ജിന്റെ പെർഫോമൻസ് കുഞ്ഞുകുണ്ണ മാസ്റ്റർ ഗംഭീരമായിട്ട് ചെയ്തത്. അത് ആ ഒരു രീതി മാറ്റിയിട്ട് വേറെ രീതിക്കാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ആ ഹ്യൂമർ ശരിക്കും വേറെ രീതിക്ക് വർക്കൗട്ട് കിട്ടുന്നത്. എനിക്ക് നമ്മൾ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി സിനിമ കാണുമ്പോൾ എന്തുമാത്രം ഉണ്ടെന്നുള്ള പ്രഷറാണ് തീരുമാനിക്കുന്നത്, അല്ലേ? ഇതിൽ അത് ശരിക്കും നേരത്തെ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്തേക്ക്. ഇപ്പം ആ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ധാരണയോട് കൂടിയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിനു മുമ്പുള്ള എൻ്റെ ജഡ്ജി കഥാപാത്രം കക്ഷി അമ്മണിപ്പള്ളിയിലുള്ളത് കണ്ടിട്ടുണ്ടാവും. കണ്ടോ എന്ന് ചോദിച്ചില്ല. എന്നാലും പിന്നെ ബേസിക്കലി ഞങ്ങൾ കുറേ നേരം സംസാരിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനൊരു ധാരണയോട് കൂടിയിട്ട് തുടങ്ങി വെച്ചതാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, കമ്പാരിസൺ ഒന്നുമില്ല. അങ്ങനെ എൻ്റെ പ്രിവ്യൂസ് കണ്ടിട്ടും പിന്നെ പല ഘട്ടങ്ങളിലും ഇത് കണ്ടിട്ടുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ പറയും. പിന്നെ ഒരു കൂടെ അവിടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ നടന്നവർക്ക് നന്നായി രസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ ഫൈനൽ റിസൾട്ട് ഇനിയിപ്പോൾ 20-ാം തീയതി റിലീസ് ചെയ്യുമ്പോഴാണ് അറിയേണ്ടത്. വലിയ സന്തോഷമാണ്. തീരുമാനിക്കണം, അത് ഉറപ്പാണ്. ഒരു വിനീതിന്റെ പേരായിട്ടാണ് അഭിനയിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ സിനിമയിൽ എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ ഫാക്ടർ അതായിരുന്നു. മനോജ് ചേട്ടൻ പറയുമ്പോൾ എടാ വിനീതിന്റെ വൈഫാണ് എന്നാണോ? ഓക്കെ. കാരണം ബിജു ചേട്ടനും സുരേഷ് ചേട്ടനും കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഈവൻ എനിക്ക് തന്നെയാണെങ്കിലും ഓക്കെ ആവുമോ എന്നുള്ള സംഭവം. ഓക്കെ അല്ലേ? അല്ല, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഈ ക്യാരക്ടേഴ്സിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഓക്കെ അല്ല. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു സീനുകൾ. ഞങ്ങളുടെ ചില സീനുകളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ട്രെയിലറിലുണ്ടല്ലോ. അതെ അതെ, ഗൗരി ചെയ്ത ക്യാരക്ടറിന് പുച്ഛമാണ് ഇയാളോട്. ഇയാൾ ഇന്ന് നെറ്റ്ഫ്ലിക്സ് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇവരെ അടുത്ത് വന്നിട്ട് പറയാം, ആ സബ്ടൈറ്റിൽസും കൂടെ ഉള്ളു, നല്ല മനസ്സിലാവണ്ടേ. ആ രീതിയിലാണ് ഹസ്ബൻഡിനോടുള്ള സമീപനം. പരിപാടി അങ്ങനെയാണ് സിനിമയുടെ മൊത്തം. കാരണം ഈ ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ. സിനിമയിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഫുൾ വരുന്ന ഒരു ലെങ്തി ക്യാരക്ടർ അല്ല. പക്ഷെ ഉള്ള പോർഷനൊക്കെ എന്നും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു സീനാണെങ്കിൽ പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ മനസ്സിൽ തട്ടിയാൽ മതി, നമ്മളൊരു കലാകാരിയായി മാറിയാണ്. അതെ അതെ, ഏറ്റവും ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞ ഫസ്റ്റ് വിനീതേട്ടന്റെ പേരായി. അതാണ് ഏറ്റവും. പിന്നെ എന്ന് വെച്ചാൽ ഞാനും ഫുൾ കുറച്ചുള്ളെങ്കിൽ പോലും മനോജന്റെ അടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചിട്ടാണ് ഒരു ക്യാരക്ടർ ഡിസിഷൻ എടുക്കുന്നതൊക്കെ ചെയ്യാം എന്നുള്ളത്. സോ അത് വായിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അല്ല, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഗൗരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭാഗ്യമാണ്. വിനീതിനെ പോലെ ഒരു ആക്ടർ, ഡയറക്ടർ, എല്ലാ നിലയിലേക്ക് നിൽക്കുന്ന ആളുടെ ഒരു പേരായിട്ട് അഭിനയിക്കാൻ ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്, അല്ലേ? അത് ഒരു സെലക്ട് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ സെലക്ട് ചെയ്തതാണ്. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും സെലക്ട് ചെയ്ത് വിനീതിൻ്റെ അടുത്ത് പറയും. വിനീത് അത് ഉൾക്കൊള്ളാനും കൂടെ ഒരു മനസ്സ് വേണം. പല താരങ്ങളും ഉൾക്കൊള്ളാത്ത ഗൗരി ഓൾറെഡി അയ്യപ്പനും അല്ല, അത് പെർഫോമൻസ് വേറെ. അത് അതിൽ നിന്നാലോ ഗൗരിയായി മാറിയത്. ആ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഇപ്പോഴും ഹാങ് ഓവർ ഉണ്ടാക്കിയ ഗൗരി പുറത്തു പോയാൽ ഇപ്പോഴും അറിയുന്നത് അയ്യപ്പനും ഘോഷിയുടെ ക്യാരക്ടർ. ഇനി അറിയേണ്ട കുറുക്കന്റെ ക്യാരക്ടർ വെച്ചായിരിക്കും. അല്ല, അതിൽ രാജുവായിട്ട് ഗൗരിയുടെ ഒരു സീക്വൻസ് ഉണ്ട്. ആ പെർഫോമൻസ് ഒക്കെ ഗംഭീരമല്ലേ? കാണുമ്പോൾ നമുക്ക് സച്ചിയേട്ടൻ ഇനിയും വേണമായിരുന്നു, ഇനി ഒരുപാട് നാൾ വേണമായിരുന്നു എന്ന് തോന്നുന്നു. ആ സീനൊക്കെ ഭയങ്കരമായിട്ട്. അല്ല, അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോൾ അയ്യപ്പനും ഘോഷി കഴിഞ്ഞ് 3 years ആയി. ഇപ്പോഴും എന്നെ ആൾക്കാർ കണ്ണമ്മ വിളിക്കുന്നത്. എവിടെ ചെന്നാലും കണ്ണമ്മയല്ലേ എന്നാ ചോദിക്കുന്നത്. ഇവൻ ഞാൻ ഇവിടെ മാത്രമല്ല
ഇപ്പം മറ്റുള്ള ലാംഗ്വേജിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിരഞ്ജീവി സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുട്ടിയുടെ വലിയ ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞു. 80s ഹീറോയിനില്ലേ, ഖുഷ്ബു മാം, സുഹാസിനി, പൂർണിമ ഭാഗ്യരാജ്, രാധിക ശരത്കുമാർ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പോലെ സിമിലർ ആയിട്ട് ഒരു 20 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഫാനാണ് കുട്ടി നിങ്ങളുടെ. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ഫുൾ ഈ പറഞ്ഞ സച്ചേട്ടനാണ്. സച്ചേട്ടൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ല അതാണല്ലോ സച്ചി എന്ന് പറയുന്ന കലാകാരനെ നമ്മൾ മരിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അത്തരം കുറേ സിനിമകളാണല്ലോ അല്ലേ വിനീത്? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആഴത്തിൽ കുറേ സബ്ജക്റ്റ് തന്നിട്ട് പോയ ആളാണ്. ഞാൻ ഒരിക്കലും സച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ സച്ചേട്ടൻ്റെ സിനിമകൾ കഴിയുമ്പോഴൊക്കെ ഞാൻ സച്ചേട്ടനെ വിളിക്കുമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട് സച്ചേട്ടൻ എങ്ങനെയാണ് ഈ സീനിലേക്ക് എത്തിയ, അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുന്ന രീതി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു തരും പിന്നെ ഇത് അതിൻ്റെ ഇൻസ്പിറേഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. പയ്യപ്പനും കോശിയുടെ തന്നെ ഫുൾ സ്ക്രിപ്റ്റിൻ്റെ ഓഡിയോ ഉണ്ട്. അദ്ദേഹം നറേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ സ്ക്രിപ്റ്റിൻ്റെ ഓഡിയോ ഉണ്ട്. അത് രഞ്ജേട്ടൻ്റെ കയ്യിലുണ്ട്, എഡിറ്റർ രഞ്ജേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ രഞ്ജേട്ടൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇരുന്ന് കേൾക്കും ഇടയ്ക്ക്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റിനില്ലേ സച്ചേട്ടനെ അസോസിയേറ്റിനെ വെച്ചിട്ട് ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യും. ഇപ്പോൾ രാജുവിൻ്റെ ക്യാരക്ടറിന് രാജുവിൻ്റെ പോർഷൻ മൊത്തം പുള്ളിക്ക് അയച്ചു കൊടുക്കും. ബിജുവേട്ടനാണെങ്കിൽ ബിജുവേട്ടൻ. ഇപ്പോൾ കണ്ണമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമ്മയുടെ മോഡുലേഷനിൽ അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഉൾപ്പെടെ പെർഫോം ചെയ്ത് അദ്ദേഹം സ്ക്രിപ്റ്റ് റീഡ് ചെയ്യും. അതായിരുന്നു സച്ചേട്ടൻ്റെ ഒരു രീതി. വലിയൊരു കോളേജാണ്, സ്കൂളല്ല കോളേജാണ് അല്ലേ? അല്ല ഇപ്പൊ തന്നെ നമ്മൾ ഈ പടത്തിന്റെ ഇടയിൽ സച്ചേട്ടൻ്റെ ഒരു ടോപ്പിക് എന്തോരം പറയാനുണ്ട് അല്ലെ? എന്തോരം പറയാൻ വരുവാണ് നമുക്ക്. അതാണ് അതിനകത്ത് വ്യത്യാസം. അതാണ് അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. കുറുക്കനിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ അച്ഛനുമായിട്ട്, അച്ഛൻ അസുഖം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്ന സിനിമയിലേക്ക് അച്ഛനുമായിട്ട് ഈ സബ്ജക്റ്റ് മനോജാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്ടറാണെങ്കിൽ പറയുന്നു, വിനീത് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഷൂട്ടിന് മുമ്പ് ഇതിനെക്കുറിച്ച് ചർച്ച വല്ലതും ചെയ്തിരുന്നു? ചർച്ചയില്ല. അച്ഛന് ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കോസ്റ്റ്യൂം ട്രയലിന് ചെന്ന ദിവസം എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. അതിനു മുമ്പ് ഒക്കെ നമുക്കും ഇങ്ങനെ നമ്മൾ അങ്ങനെ അച്ഛനെ ഭയങ്കര മൊബിലിറ്റിയിൽ ഇങ്ങനെ കാണുന്നില്ലല്ലോ, വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് മനോട്ടൻ ഇങ്ങനെ ഫോട്ടോ അയച്ചപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് അയക്കുന്നത്. അപ്പോൾ തൊട്ട് ഫീൽ ചെയ്തിരുന്നു ഇതാണ് അച്ഛനുള്ള ഒരു, അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ മനപ്പാഠം ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. രാവിലെ നമ്മൾ മോളിൽ നിന്ന്, എൻ്റെ റൂം മുകളിലാണ് കണ്ടനാട് വീട്ടിൽ, അപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാം, ഉറക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് കേൾക്കാം. ഇല്ല ശരിക്കും സാറ് വർക്ക് ചെയ്യുന്ന സമയത്തും ആ പഴയ ഒരു കോമഡി തഗ്ഗൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ സീനിൽ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പം ഫിസിക്കൽ വൈസ് ശരിയാണ്, ആൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഇത്രയും ബെറ്റർ ആയതാണ്. പക്ഷേ എങ്കിൽ പോലും ആ പഴയ ശ്രീനിയേട്ടനുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു ലെജൻഡ് റൈറ്റർ കം ഡയറക്ടർ ഉണ്ടല്ലോ, ആക്ടർ. സോ അത് ഡെഫിനറ്റ്ലി ഇതിലുണ്ടാവും. അല്ല ഞാനന്ന് ശ്രീചേട്ടൻ അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ ക്യാരവലിൽ വെച്ച് ഞങ്ങളൊരു വീഡിയോ എടുത്തത് ഭയങ്കര വൈറലായി. അത് ശ്രീചേട്ടൻ മനസ്സിലല്ലോ ഇനിയെങ്കിലും നന്നായി കൂടെ ഹൈദരാബാദ് എന്നോട് ചോദിക്കുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കും. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ആളുകളെ ഏറ്റെടുത്തിട്ട് ഇനിയെങ്കിലും എന്നോട് നന്നായി കൂടെ എന്ന് മറ്റ് കമൻറ്റുകൾ വന്നു. വിനയേട്ടൻ കൂടെ പറഞ്ഞു, അല്ല ശ്രീചേട്ടൻ കൂടെ പറഞ്ഞു ഇനിയെങ്കിലും നന്നായി കൂടെ എന്ന് എന്നോട് ചോദിച്ചാൽ. അപ്പം ആ സമയത്തും അദ്ദേഹം കൊണ്ടുവരുന്ന ആ സാധനങ്ങളുണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും അങ്ങനെയാണ് ശ്രീചേട്ടൻ. അതിനുശേഷമാണ് ഹൈദർക്ക അല്ല അതിപ്പോ ചോദിച്ചില്ല, പിന്നെ ചോദിക്കാനില്ല, അതുകൊണ്ടൊന്നും തോന്നരുത്. കറക്റ്റ് കൗണ്ടർ വന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള ഈ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഷൈനുമായിട്ട് ഈ സിനിമയല്ല, ഷൈനുമായിട്ട് ഞാൻ ഷൈനുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാഫിക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ചാപ്പയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഷൈൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ചാപ്പയിലൊക്കെ ഇപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ ആദ്യം വന്ന് എ ഡി വന്ന് പൊസിഷൻ നിൽക്കുമല്ലോ, പൊസിഷൻ നിൽക്കുന്നത് ഷൈനാണ്. അപ്പം ഷൈൻ വന്ന് പൊസിഷൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ അഭിനയിച്ചൂടെ നമുക്ക് തോന്നും. അപ്പോൾ കാരണം ഷൈൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അപ്പോഴേ ഇങ്ങനെ ഷൈന് സമീർക്ക് ഇങ്ങനെ പറയായിരുന്നു, ഷൈൻ ഗദ്ദാമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. പിന്നീടാണ് ഷൈൻ സിനിമയിൽ അങ്ങനെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വരുന്നത്. ആക്ടറായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. ഈ സിനിമയിലാണ് നിങ്ങൾ കോമ്പിനേഷൻ ഉൾപ്പെടെ വരുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഷൈൻ്റെ ഒരു വൈബ്? അവിടെ ലൊക്കേഷൻ അടിപൊളിയായിരിക്കും. ഷൈൻ ഉണ്ടെങ്കിൽ ഒരു ഐറ്റം ഉണ്ടാവും. ഷൈനുള്ള സ്ഥലത്ത് ഒരു ഐറ്റം ഉണ്ടാവും. സെറ്റ് ഫുള്ളി ഇപ്പം സൈലന്റ് ആണെങ്കിൽ
ആൾ എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും ഓക്കെയാണ്. സ്ഫോടനാത്മകമായി അല്ല, നല്ലൊരു കലാകാരൻ തന്നെയാണ്, ഇല്ലാന്ന് ഒരിക്കലും പറയാം. നല്ലൊരു കലാകാരന് അത് ഒരു സിനിമയ്ക്ക് വേണ്ടത് അദ്ദേഹം കൃത്യമായിട്ട് ആ സമയങ്ങളിൽ തരുന്ന ഒരു വ്യക്തി. ഇല്ല, അത് പറയണ ആവശ്യമില്ല. ഇതിൽ ഗംഭീര ക്യാരക്ടറാണ്. വിനീതന്റെ ഒപ്പം തന്നെ ഗംഭീര ക്യാരക്ടറാണ് പുള്ളിയുടെ. ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. അത് പറയുമ്പോൾ ഇങ്ങോട്ട് പറയണോ, ഒരു രക്ഷയില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, ട്രോൾസ്. അല്ല, നല്ലൊരു സബ്ജക്റ്റ് ആണ്. അല്ല ചേട്ടൻ, ഞാൻ പറയട്ടെ, ആഫ്റ്റർ കുറുക്കൻ റിലീസ് വിനീതേട്ടൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ ഗ്യാരണ്ടിയാണ്. ഏത് രീതിയിലാണെന്നാണ് എനിക്കറിയാത്തത്. നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ട് സ്വീകരിക്കാൻ തയ്യാറായി. ചേട്ടാ നെഗറ്റീവ് ഇല്ല ചേട്ടാ, പടത്തിനുള്ളിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. കുറച്ച് നെഗറ്റീവ് വളർച്ച കൂടുന്നത് എന്നാണ് ഞാൻ കണക്കൂട്ടുന്ന ആള്, അല്ലേ? അതെ, അങ്ങനെയല്ലേ? നമ്മളത് ഇവിടെ കേൾക്കുക, ഇതിലങ്ങ് പോവാം. അതെ, അല്ല ഇതിവിടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ആവും. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് വിനീതേട്ടന്റെ ക്യാരക്ടറും പെർഫോമൻസും. അതുകൊണ്ടാണ് ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. ട്രെയിലറിൽ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ചിരിക്കുന്നത് ലാസ്റ്റ് വിനീതേട്ടന്റെ ഡയലോഗിലാണ്. അല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ സീനുകളുണ്ട്. കുറച്ച് സ്കെയിൽ അപ്പ് ആണ് ക്യാരക്ടർ, കുറച്ചൊന്ന് മീറ്റർ പെർഫോമൻസിന്റെ കുറച്ച് ലൗഡാണ്. സാധാരണ നമുക്കത് ചെയ്യാൻ പേടി തോന്നും. ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ, ഇപ്പോൾ ഗൗരി ആയിട്ടുള്ള സീൻസൊക്കെ സട്ടിലായിട്ടുള്ള സംഗതികളാണ്. ഗൗരി എന്നെ ഇങ്ങോട്ട് തగ్గടിച്ച് താഴെ ഇടുകയാണ്. അപ്പോൾ ബാക്കി അശ്വത്തിന്റെ കൂടെയും ശ്രുതിയുടെ കൂടെയുള്ള സീനിലൊക്കെ ചില സംഭവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ സീൻ ഞാൻ മനോജിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ സീൻ എടുക്കുമ്പോൾ എന്നെ പുറത്താക്കരുത് സെറ്റിൽ നിന്ന്. കാരണം എനിക്ക് കാണണം ഈ മനുഷ്യൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഡയറക്ടറുടെ അടുത്തും റൈറ്ററിന്റെ അടുത്തും റിക്വസ്റ്റ് ചെയ്ത് നിന്ന സീക്വൻസ് ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി. തീർച്ചയായും തിയേറ്ററിൽ കാണാൻ വേണ്ടി ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. നമ്മളൊന്നും, ഞാൻ സുബേറിന്റെ അടുത്തൊന്നും സിനിമ കാണിക്കാന്ന് വെച്ചാലും കാണിച്ചു തന്നിട്ടില്ല. തിയേറ്ററിൽ കണ്ടാവുന്ന സുബേർ അത്രയും ബന്ധമുണ്ടായിട്ടുള്ള കാണിച്ചിരുന്നതല്ലേ പറയണത്. ഇടയ്ക്ക് ഡബ്ബിങ്ങിന്റെ സമയത്ത് ഞാൻ അവിടെ പോയി കുറച്ച് കണ്ടിരുന്നു. അതാ ശരിക്കും ഇതിന്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. എനിക്ക് പേഴ്സണലി വിനീതിനെ എത്രയോ വർഷമായിട്ട് വിനീതിനെ എനിക്കറിയാം, എത്രയോ കാലമായിട്ട്. ഞങ്ങൾ സിനിമയൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ നിരന്തരം കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പറ്റുമ്പോഴൊക്കെ. വിനീത് പോലീസാവുക, വിനീതിൻ്റെ സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് വിനീത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. വിനീത് പോലീസ് വേഷം കെട്ടുന്നു എന്ന് പറയുന്നത്, പോലീസുകാരനാവുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും ഈ സിനിമയുടെ കഥ കേൾക്കുന്നതിന്, സ്ക്രീൻ പ്ലേ കേൾക്കുന്നതിന് മുമ്പ് വിനീത് പോലീസുകാരനായി എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ കൂടെ ശ്രീനിയേട്ടനും ഉണ്ടെന്ന് പറയുമ്പോഴുണ്ടാകുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് എല്ലാ അർത്ഥത്തിലും കാസ്റ്റിംഗ് വൈസായാലും അതിൻ്റെ ഈ പറയുന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഈ രണ്ടുപേരുടെ കോമ്പിനേഷൻ. ഈ പറഞ്ഞ പോലെ ശ്രീനിധി സാറിന്റെ ക്യാരക്ടറും ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ശ്രീനിയേട്ടൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ശ്രീനിയേട്ടൻ്റെ സ്കൂള് അന്നത്തെ കാലത്ത് ഈ പറയുന്ന നമ്മളുടെ ടെക്നിക്കാലിറ്റീസ് അത് പ്രത്യേകം പറയണം. വീഡിയോ അസിസ്റ്റൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ക്യാമറമാൻ മാത്രം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നൊരു കാലത്തെ സ്കൂളാണത്. അപ്പോൾ അദ്ദേഹം ഓരോ സീനും, ഇപ്പം വിനീത് പറഞ്ഞല്ലോ താഴത്തുനിന്ന് ഡയലോഗ് പഠിക്കുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടൻ്റെ ഒരു എക്സസൈസ് ഒക്കെ ഉള്ളത് ആ പഴയ സ്കൂളിൻ്റെ ഒരു കൃത്യതയാണ്. ഷോട്ടിന് ശ്രീനേട്ടൻ വന്ന് നിന്നിട്ട് സിനിമാറ്റോഗ്രാഫർ ഇങ്ങോട്ട് നോക്കണം എന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ നിൽക്കുന്നത് കണ്ടറിയാം. അന്നത്തെ ആ സ്കൂളിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനുണ്ട്. ഡയലോഗ് പറയുമ്പോഴൊക്കെ ശ്രീനേട്ടൻ എടുക്കുന്നൊരു ക്യൂ വാങ്ങുമ്പോഴൊക്കെയുള്ള ഒരു അത് ശരിക്കും അത് അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഓഫ് കോഴ്സ് വിനീത് ഇതിനു മുമ്പ് ശ്രീനേട്ടൻ്റെ കൂട്ടത്തിൽ സിനിമകൾ ഒരുമിച്ച് അച്ഛൻ മകനൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ കുറച്ച് ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഷൗട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു കഥാപാത്രമാണിത്. പോലീസ് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അഭിനയിക്കുക. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി സെറ്റിൽ. ശരിക്കും ഭയങ്കര രസമുള്ളൊരു 10-15-20 ദിവസത്തോളം ഉണ്ടായിരുന്നു ആ കോർട്ടിൻ്റെ അകത്ത്. അല്ല, നിങ്ങൾ പറയും തോറും നമുക്ക് ആവേശം കൂടുകയാണ്. ശരിക്കും ഞാൻ ആവേശം പറഞ്ഞത് സത്യസന്ധമായിട്ടാണ്. നിങ്ങൾ പറയും തോറും നമുക്കിത് കാണാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഞാൻ ഉൾപ്പെടെ ഉള്ള കാത്തിരിക്കുകയാണ്. തന്നെയല്ല, നേരത്തെ പറഞ്ഞല്ലോ ഈ ശാരീരികമായിട്ടുള്ള ക്ഷീണം എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്നുമല്ല നമുക്ക് മനസ്സിലാവും. കാരണം ശ്രീനിയേട്ടൻ ശരിക്കും ജീവിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ ഈ അതിൻ്റെ പ്രോസസ്സിനുള്ളിലാണ്. ക്യാമറയൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതുവരെ ശ്രീനേട്ടനടുത്ത് സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ എഴുന്നേറ്റ് നടന്നു വന്ന് നിൽക്കുന്നതും ആ ഷോട്ടിന് പ്രിപ്പയർ ചെയ്യുന്നതും ഷോട്ട് ഓക്കെ ആണെന്ന് പറയുന്നത് വരെ 2-3 ടേക്ക് നടന്നു വന്ന് നിൽക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ആ ടേക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷനും അതിനുശേഷം തമാശ ഇടയ്ക്ക് സത്യൻഗഡ് സാറൊക്കെ സെറ്റിൽ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അറിയാലോ സത്യൻ സാറും ശ്രീനേട്ടനുള്ള കോമ്പിനേഷനൊക്കെ ആ സമയങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രേക്ഷകരായിട്ട് കാണാം. ഞാനിപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിനെ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിട്ട് ആലോചിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ
ആയിരുന്നു ഈ സിനിമയിലെ എനിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഞാനെപ്പോഴും ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ്? കാരണം സാറിന് ശരിക്കും പറഞ്ഞാൽ സിനിമയാണ് മെഡിസിൻ എന്ന് നമുക്ക് അവിടെ ലൊക്കേഷൻ തീർച്ചയായും അത് കൃത്യമായിട്ട് ഗൗരി പറയുന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും സാർ ലൊക്കേഷനിൽ വന്ന് ഞാൻ പറയും തഗ്ഗടിക്കും പഴയ ഗൗരി പറഞ്ഞ പോലെ ഉഗ്രൻ കൗണ്ടറുകൾ വരും. അതെ തഗ് എന്ന് വെച്ചാൽ നമ്മൾ അലക്കും. അപ്പൊ കൗണ്ടർ അതിനൊരു മാറ്റമില്ല അവിടെ. ആ ഏരിയക്ക് ഒന്നും പറ്റിയില്ല, ആ ഏരിയക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതെനിക്ക് ഇപ്പോഴാണ് ആ ഏരിയക്ക് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പറഞ്ഞാൽ പൂർവാധികം എഡ്ജിയായി മൂർച്ച കൂടിയെന്ന് സംശയം. അതെ അത്ര മൂർച്ച വേണ്ട എന്ന് തോന്നുന്നത് അത് കറക്റ്റാട്ടോ. ആ ഏരിയക്ക് ഒന്നും പറ്റില്ല. പക്ഷെ നമുക്കതാണ് ഇഷ്ടം. ആ ശ്രീനിച്ചേട്ടൻ അതാണ് ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത്. അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ശ്രീനി സാറിനെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ബാക്ക് ടു നോർമൽ, അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നിങ്ങൾ അതിന്റെ കമന്റ് വായിച്ച് അറിയാൻ പറ്റും. ശ്രീനിയേട്ടനെ കാണാൻ പറ്റി ഈ പടത്തിൽ കൂടി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ട്. അല്ല ഓരോ ഡയലോഗുകളും ശ്രീനിച്ചേട്ടൻ തന്നെ ഡബ് ചെയ്തിട്ടൊക്കെ സാധനങ്ങളാണല്ലോ. ആ വയ്യായ്മ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാതെ ശ്രീനിച്ചേട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമയാണ് ശ്രീനിച്ചേട്ടൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത്. ഏറ്റവും വലിയ ഔഷധം. കുടുംബം കഴിഞ്ഞാൽ അടുത്തത് സിനിമയാണ് ശ്രീനിച്ചേട്ടൻ. അതിന് യാതൊരു മാറ്റമില്ല. അതിന് കുടുംബത്തിന് മുകളിലാണോ സിനിമ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേ മുകളിലല്ലേ? വിനീന്റെ അടുത്ത് ചോദിക്കാം അല്ലേ? അതാണ് കാരണം നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഫാമിലിനേക്കാളും ഒരുപടി ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ പോലുള്ള ലെജൻസിന് സിനിമ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അത് കണ്ട പഠിക്കുന്നത്. എല്ലാവരും അതെ, നമ്മളെല്ലാവരും ശ്രീനിച്ചേട്ടൻ്റെ സിനിമ കൊണ്ട് പഠിച്ചതല്ലേ. ശ്രീനിച്ചേട്ടൻ്റെ ഇനി ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കഥയും കൂടെ എഴുതണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ദൈവം അനുഗ്രഹിച്ച് നടക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, പ്രേക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ ആഗ്രഹമുണ്ട്. ശ്രീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞു പേഴ്സണൽ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ എനിക്കൊരു കഥയും കൂടെ എഴുതണം, ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് എഴുതണം. അത് അച്ഛനും സത്യനങ്ങളും കൂടെയുള്ളൊരു കോമ്പിനേഷനിൽ അത് നടക്കണം. അത് അതാണ് ഏറ്റവും നല്ല വഴി അതിനുള്ള. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. വേറെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഉള്ളതിനേക്കാളും അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു അച്ഛൻ. അതെ, സത്യനങ്ങളുമായിട്ടൊരു പടം ചെയ്യണം അച്ഛൻ. അതുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സാറ് ബാക്ക് ടു നോർമൽ സിനിമ ഇപ്പം ബാക്ക് ടു നോർമൽ സിനിമകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും ആളൊക്കെയാണ്, ഇനി ഉണ്ടാവും. പിന്നെ ഇല്ലാതെ ശ്രീചേട്ടൻ എങ്ങോട്ട് എഴുതാനാണ്. ശ്രീചേട്ടനെ ദൈവം നമുക്കിവിടെ തന്നേക്കുമാണ്. അത്രേ ഉള്ളൂ. ആ ഒരു സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. എനിക്ക് അത്ര അറ്റാച്ച്മെന്റ് ആണ് അച്ഛനോട്. എനിക്ക് പറയാൻ അത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മനോജ് ആണെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കര രസമല്ലേ ക്യാരക്ടേഴ്സിന് പ്ലേസ് ചെയ്തേക്കുന്നതും ഓരോ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയത്. ഇവൻ എൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ പറയും കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര രസമാണ്. അതിന് തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ ഡയലോഗ് നമ്മളിപ്പം കുറുക്കനിൽ വന്നിട്ട് അച്ഛനുമായിട്ടുള്ള കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഡയലോഗുകൾ പറയുന്ന കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഇടപെടാറുണ്ടോ? പിന്നെ ഈ പറഞ്ഞത് ചില സജഷൻസ് ഒക്കെ തരും. ഞങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ലോങ് സീൻ ഉണ്ട്, പക്ഷെ അതിൽ ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. ഒരുമിച്ച് നമ്മൾ ആ സീനിലുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇന്ററാക്ഷൻ കുറവാണ്. ഇന്ററാക്ഷൻ ഉള്ളൊരു സീൻ ഒരു പോലീസ് സ്റ്റേഷനിലുള്ളൊരു സീനാണ്. അത് എനിക്കിപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അച്ഛൻ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും അച്ഛൻ്റെ ഹെൽത്തിൻ്റെ ഒരു സാധനം എൻ്റെ മനസ്സിൽ ഉള്ളിലുണ്ട്. നടക്കുമ്പോഴൊക്കെ വീഴുവോ അങ്ങനത്തെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അരവിന്ദൻ്റെ അതിഥികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആസ്വദിച്ച് അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. അത് എനിക്ക് ഭയങ്കര നല്ല മെമ്മറീസ് ഉള്ള ഒരു സിനിമയാണ് അരവിന്ദൻ്റെ അതിഥികൾ. കുറുക്കനൊക്കെ ഞാൻ സെറ്റിൽ വരുമ്പോഴും നമുക്ക് ഹെൽത്ത് കൺസേൺസ് ആണ് എനിക്ക് കൂടുതൽ. അപ്പോൾ അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ കോൺഷ്യസ് ആണ് ആ രീതിയിൽ. അപ്പം ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ശരിയാണ്, ശരിയാണ്, കൃത്യമാണ്. നമുക്ക് അരവിന്ദനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അല്ലല്ലോ. എനിക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള സിനിമയാണ് അരവിന്ദൻ. അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കൂല. ഈ ലോങ് ഡയലോഗ് ഉള്ള ഒരു സീൻ ഇപ്പോൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ലോങ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ വിനീതിന്റെ ടെൻഷൻ മൊത്തം ഇതാണ്, അച്ഛൻ്റെ ഹെൽത്തിനെ കുറിച്ചൊരു ചിന്താഗതിയും വരുന്നുണ്ട്. പിന്നെ സെറ്റിൽ എല്ലാവരും ഇങ്ങനെ ഒരാളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അച്ഛനും അറിയാം ഞാൻ എങ്ങനെ ചെയ്യുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആൾക്കാർ നോക്കുകയാണെന്നുള്ളത് അച്ഛനും അറിയാം, എനിക്കും അറിയാം. ആ എനർജിയൊക്കെ മാറിയത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ സീനൊക്കെ എടുത്തത് അച്ഛൻ ജോയിൻ ചെയ്ത് കുറച്ച് 2-3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എടുത്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് പക്ഷെ ഞാൻ പറയട്ടെ, ഫുട്ടേജ് കണ്ടിട്ട് ഇപ്പോൾ ശ്രീനിയേട്ടൻ അഭിനയിച്ച സീക്വൻസ് കണ്ടിട്ട് ഞാൻ കണ്ടൊരു കാര്യം, വിനീതേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കണ്ടേക്കുന്നത്. സാർ അഭിനയിച്ച ഭയങ്കര ശരിയാണ്. അപ്പൊ പറയും ഈ പഴയ പോലെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട്, കാരണം പെട്ടെന്ന് അതിലേക്കും പോകുന്നുണ്ട്. അങ്ങനെയാണ് സാർ ഇതിലും പെർഫോം ചെയ്യുന്നത്. പക്ഷെ ശ്രീചേട്ടൻ്റെ ഈ ഒരു തിരിച്ചുവരവ്
ഞാൻ എന്നും എഴുന്നേറ്റ് നിന്ന് സെല്ലിട്ടുണ്ട് ചേച്ചിക്കാണ്. ആ തീർച്ചയായിട്ടും. ഓ അതെ. അമ്മയെ പറയാതിരിക്കണല്ലോ. അത് ഞങ്ങൾ കൊച്ചു കണ്ടിട്ടുണ്ട്. കുട്ടിയെ കൈ നോക്കുന്നത് പിടിച്ചിട്ട് പോലെയാണ് അമ്മ വീട്ടില് ചേട്ടൻ നോക്കുന്നത്. അമ്മയുടെ ലൈഫ് മുഴുവൻ ജീവിച്ചിട്ടുള്ളത് അച്ഛന് വേണ്ടിയിട്ടാണ്. തീർച്ചയായും. ഇവൻ സിറ്റിൽ വരുമ്പോ ഒരു ഏരിയ മൊത്തം ധ്യാനിന് വേണ്ടിയിട്ടും ബാക്കി ഏരിയ മുഴുവൻ അച്ഛന് വേണ്ടിയിട്ടാണ് അമ്മ ജീവിച്ചിട്ടുള്ളത്. സെറ്റിൽ വരുമ്പോ ചേച്ചി ഒരു കാലഘട്ടം ഒരു ദശാബ്ദം ധ്യാൻ കൊണ്ടുപോയി, ബാക്കി അച്ഛന് മുഴുവൻ അച്ഛന് ഇത് കിട്ടിയില്ല. അല്ല നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. എന്നെ ഇച്ചിരിയും കൂടെ അവൻ ജീവിച്ചോളൂ എന്നുള്ള ലൈനിലാണ് എന്നെ വിട്ടിട്ടുള്ളത്. ഓക്കെയാണ്. അല്ല, അമ്മ എന്നോട് പറഞ്ഞ കലോത്സവത്തിന് പോകുമ്പോ തന്നെ ധ്യാനം കൈ പിടിച്ചു കൊണ്ടുപോകുന്നതാണ് അമ്മ എന്നോട് പറഞ്ഞത്. അത് അങ്ങനെ ആയിരുന്നു എന്നാ പറഞ്ഞത്. ഇവൻ സെറ്റിൽ വരുമ്പോ പോലും ഞാൻ കണ്ടേക്കണ അമ്മ ഇങ്ങനെ സാറിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവൻ എല്ലാ കാര്യവും ശരിയാണ്. ഈ കുട്ടീനെ നോക്കാന്ന് പറയില്ലേ, ഭയങ്കരമായിട്ടാണ് അവർ കെയർ ചെയ്യുന്നത്. കാരണം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ശ്രീനി സാറിന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കൊരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ചേച്ചി തന്നെയാണ്, ഇവർ അമ്മ തന്നെയാണ്. കാരണം അത്ര കെയറിങ് ആണ്. നമുക്ക് ഒരാൾ ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. പിന്നെ തീർച്ചയായിട്ടും കൈ പിടിക്കുമ്പോഴല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഞാൻ അച്ഛൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പം പ്രത്യേക സമയങ്ങളിൽ അമ്മ ആ ഫുഡിന്റെ കാര്യം ഇത് കാര്യം അപ്പൊ അച്ഛൻ എനിക്കിപ്പോ വേണ്ട കുറച്ചുകൂടി എനിക്ക് പറയാനുണ്ടെന്ന് പറയും. എങ്കിലും ആ ഫുഡ് കറക്റ്റ് ആയിരിക്കണം. ഇത് ആക്ച്വലി വീട്ടിലല്ലേ, സ്പോട്ടിൽ വന്നാൽ ഇത് തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ കണ്ട സ്പോട്ടിൽ വരുമ്പോഴും അമ്മയെ തന്നെ. അത് ഈ പറഞ്ഞതുപോലെ അമ്മയെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതൊരു അതങ്ങനെയാണ് അല്ലേ, എല്ലാവരും അങ്ങനെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ ഒരു ആത്മാർത്ഥ ബന്ധം എന്ന് പറയുന്നത്. കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. കുറുക്കനിലേക്ക് എത്തി വരുമ്പം പ്രേക്ഷകരിലേക്ക് ഞാൻ ഈ ചെയ്ത ക്യാരക്ടർ എനിക്ക് വേണ്ടതായിരുന്നു, ഞാനാണ് ഇവിടെ സൂപ്പർ എന്ന് തന്നെ തോന്നി തന്നെയാണോ ഈ ക്യാരക്ടർ തിരഞ്ഞെടുത്തത്? തീർച്ചയായിട്ടും അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം തിരക്കഥാകൃത്തും മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഈ കഥാപാത്രം ഇന്നയാളാണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ എഴുത്തിലും അത്തരത്തിലുള്ള ചില താല്പര്യങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതൊന്ന്. രണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു ജഡ്ജി ക്യാരക്ടറും വക്കീൽ കഥാപാത്രങ്ങളൊക്കെ കുറച്ച് ചെയ്ത് പലരും ഞാൻ വക്കീലാണോ എന്നൊരു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെവിടെയോ അത് സെറ്റായി. പിന്നെ ഈ രണ്ട് പരിപാടികളുള്ളത് തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണ്ടി ചേട്ടൻ തന്നെ ചെയ്യണം എന്ന് പറയുന്നിടത്തൊരു ഓക്കെ നമ്മളാണ് ചെയ്യേണ്ടതെന്ന് തോന്നൽ. പിന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ സംഭവങ്ങൾ കിട്ടിയിട്ടുള്ളൊരു അപ്രീസിയേഷനൊക്കെയാണ് വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് വർക്കാവുന്നുണ്ട്. നേരത്തെ ഒരു ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കോർട്ടിൽ എല്ലാവരും ഉണ്ട്. ആ സീക്വൻസിലുള്ള ഷോട്ടിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അതിനുള്ളിൽ തന്നെ ഉണ്ട്. ആ സിനിമയിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാവരും അതിനുള്ളിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ സഹപ്രവർത്തകരായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് കൂടെയുള്ള സെക്കൻഡ് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള അവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരുമായിട്ടും ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാകുന്നൊരു കെമിസ്ട്രിയാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഷോട്ട് കഴിയുമ്പോഴും അഭിപ്രായം പറയുകയും ശ്രീനീട്ടിൻ്റെ പെർഫോമൻസിന് പ്രത്യേക ശ്രദ്ധയുള്ളതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ആണ്. അത് കഴിയുമ്പോൾ കൈയടിക്ക് വരും. കൈയടിച്ചിട്ടുണ്ട്. ജഡ്ജിന്റെ സീക്വൻസിനോരം കൈയടിച്ചിട്ടുണ്ട്. കാരണം അതിൽ ട്രെയിലറിൽ കാണുന്നത് ചിരി ഭയങ്കര ഹൈലൈറ്റ് ആണ് അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. മനോജ് ചേട്ടൻ റൈറ്റർ വന്നിട്ട് ചേട്ടാ കുറച്ചും കൂടെ ലൗഡായിട്ട് നിങ്ങൾ ചിരിക്കുമോ, ആ സാധനമില്ല ഇതിൽ വരുന്ന സാധനം കുറച്ചും കൂടെ ലൗഡാക്കുമോ എന്ന് വെച്ചിട്ട് ശരിക്കും ശ്രീകാന്തേട്ടന് കയ്യടി കിട്ടിയ സീനുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ ചെയ്യേണ്ടിയിരുന്നാണല്ലോ ചോദ്യം. അപ്പോൾ അതിനുത്തരം പറയിച്ചാൽ അങ്ങനെ കുറേ കയ്യടി എനിക്ക് കിട്ടി. അപ്പോൾ അതേ കയ്യടി തന്നെ എനിക്ക് മാത്രമല്ല, ഇപ്പം വിനീത് ചില പരിപാടികൾ ചെയ്യുമ്പോൾ വിനീത് ഞാൻ പറഞ്ഞത് നമ്മുടെ അതേ എക്സൈറ്റ്മെന്റ് മറ്റുള്ള ആൾക്കാർക്കുണ്ട്. വിനീത് പോലീസ് ഓഫീസറായിട്ട് നിന്നിട്ട് ഈ പോലീസ് ഓഫീസറൊക്കെ ഒട്ടും അത്രേ പറയാൻ പറ്റില്ല. അത് ഒട്ടും ഒരു പോലീസ് ഓഫീസർ പറയാൻ സാധ്യതയില്ലാത്ത ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട് ഇതിന് സിനിമയുടെ ഒരു പ്രത്യേക സ്ഥലത്ത്. അത് നമ്മൾ പ്രതീക്ഷിക്കില്ല. അത് ഒരുപക്ഷെ വിനീതിനും അറിയില്ല അത് എങ്ങനെയാണ് വരാൻ പോകുന്നത്. അതിന് ഭയങ്കരമായിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ആ സിനിമയിൽ പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസസ് അതാണല്ലോ ഏറ്റവും വലിയ ഒരു അവരൊക്കെ പെർഫോം ചെയ്യും. അതിന് അവിടെ സ്പോട്ടിൽ തന്നെ ഒരു നാടകത്തിന്റെ പ്രത്യേകതയാണ് സിനിമയ്ക്ക്. എക്സാക്ട്ലി സഡൻ റെസ്പോൺസ് നമുക്ക് കിട്ടി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് അറിയണമായിരുന്നു വിനീതേട്ടൻ ആ സീൻ എങ്ങനെയായിരിക്കും പെർഫോം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ വിനീതേട്ടനാണ്. പക്ഷെ ഈ മനുഷ്യർ എങ്ങനെ അത് പോർട്രേ ചെയ്യും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര.
അല്ല നമ്മുടെ കയ്യിൽ കിടക്കുമല്ലേ. എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നൊന്നും പറയരുത്. അല്ല അത് ഈ സിനിമ അല്ല കണ്ടു അത് മനസ്സിലാവും. കൃത്യമായിട്ട് വിനീതിനെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിനീത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വിനീതിനെ സംബന്ധിച്ച് ഡയറക്ടറും കൂടിയാണ്. അതിന്റെ വ്യത്യാസം ഒത്തിരി ഉണ്ട്. ഒരു ഡയറക്ടർ ഒരു അഭിനയിക്കുമ്പോൾ അല്ലേ. അല്ല ചേട്ടാ അത് പ്ലസ് ആണ്. നമ്മളിപ്പോ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ റിഹേഴ്സൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗൗരി അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചോന്ന് പറയുമ്പം കാരണം ഓൾറെഡി ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അല്ല ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ വിനീത് ഇടപെട്ട ഒരു കേസാണ് പറഞ്ഞപ്പോ ആ കയ്യടി അവിടെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അതെ. അല്ല അത് അച്ഛൻ്റെ കേസിൽ ഇപ്പൊ കോർട്ട് റൂം എക്സ്റ്റെൻസീവായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്തിട്ടില്ല. മൂന്തനുണ്ണിയിലൊക്കെ കോടതി മുറിക്കകത്തുള്ള സീനുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സിനിമ തുടങ്ങുന്നതും പിന്നെ സിനിമയുടെ ഒരു പിവറ്റലായിട്ടുള്ള സീനും കുറച്ചധികം ദിവസം നമ്മൾ കോടതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം പറയുന്ന സമയത്ത് അവർ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര അത് ഭയങ്കരമായിട്ട്. ഇത് നമ്മൾ തിയേറ്ററിൽ ഒരു പെർഫോമൻസ് കാണില്ലേ, നമ്മൾ അറിയാണ്ടല്ലേ കൈയടിക്കുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തു ഓക്കെ ശ്രീനിയേട്ടൻ പെർഫോം ചെയ്യുന്നു, ലാസ്റ്റ് കൈയടിച്ച് കൊടുക്കണം, ഇതല്ല സംഭവം. ഇവര് പെർഫോം ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകുന്നത്. ഇവിടെ കുറുക്കൻ ആരാണെന്നുള്ള ചോദ്യമാണ് ബാക്കി തിയേറ്ററിൽ പോയാൽ മാത്രമേ കുറുക്കൻ ആരാണെന്ന് അറിയാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കുറുക്കൻ ആരാണെന്ന്. കഴിഞ്ഞ സാറ് പറഞ്ഞു സുബേർക്കാന്ന്. സുബേർക്ക കേട്ട് സുബേർക്ക ചിരിച്ചിട്ട് പോയി. അത് ചിരിയല്ലേ ഉള്ളൂ, സുബേർ എപ്പോഴും ചിരിയല്ലേ, ചിരി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അല്ല സുബേർ ചിരിക്കുന്ന പോലെ തന്നെ വിനീതും എപ്പോഴും ചിരിയുള്ളൂ. കറക്റ്റാ, ഞങ്ങൾ തമ്മിൽ കറക്റ്റ് അല്ലേ, ചിരിയുടെ കാര്യത്തിൽ കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. സുബേറിനും ചിരി മാത്രമോ? സുബേറിന് ജീവിതത്തിൽ ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല അത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ ഇങ്ങനെ പറ്റുന്നത് നിങ്ങൾക്ക് ഇന്ന് വരെ ടെൻഷൻ അടിച്ച് അങ്ങനെ. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മള് ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആ പടം ചെയ്തപ്പോൾ എനിക്ക് 9 കോടി ലോസ് ആയിരുന്നു. ഞാൻ അതിന്റെ പേരിൽ പോയി കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചിരിച്ചു തന്നെ നിൽക്കും. അല്ല അത് കൃത്യമാണ് കേട്ടോ. സുബേറിനെ അറിയാവുന്നവർക്കറിയാം, ആ ചിരിച്ച മുഖം അല്ലാതെ ദേഷ്യപ്പെട്ട് മുഖം കാണാൻ കിട്ടില്ല സുബേറിന്. എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എത്ര നഷ്ടം വന്നാലും വേണ്ടില്ല, ലാഭം വന്നാലും വേണ്ടില്ല, ആ ചിരി പുള്ളിയുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സുബേറിനെ സംബന്ധിച്ചോളം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അത് തന്നെ ഇപ്പൊ പറഞ്ഞു വിനീത് തന്നെ ചോദിച്ചു എന്നപ്പോൾ ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും സിനിമ ഉണ്ടാക്കാൻ മിടുക്കനാണ്. വെറുതെ വീട്ടിലിരിക്കുകയല്ല, സിനിമ അടുത്ത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. അത് തന്നെ ഏറ്റവും വലുതുള്ളൂ. ഒരു സിനിമ റിലീസിന് മുമ്പ് അടുത്ത സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ പ്രൊഡ്യൂസർമാർ വളരെ ചുരുക്കമാട്ടോ. അല്ലേ വിനീത്? ഉറപ്പായിട്ടും വളരെ ചുരുക്കമാണ്. അതിന് മുമ്പ് ചെയ്ത സിനിമ റിലീസ് ആയിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിൽക്കുകയാണല്ലോ, അത് എളുപ്പമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സുബേർ ബുദ്ധിമാനാ, മൂന്നും കൂടെ ഒരുമിച്ച് ബിസിനസ് നടത്തും കേട്ടോ. വലിയ ബുദ്ധിമാനാ സുബേർ. അതൊക്കെ ഞാൻ പറയാം, ഒറ്റ ബിസിനസ് നടത്താൻ മൂന്നും കൂടെ കൂടി ഒരുമിച്ചറിയാലോ. വിനീതുണ്ട്, അച്ഛനുണ്ട്, 2 സിനിമ വിനീതും അച്ഛനുണ്ട്, അവിടെ വേറൊരു സിനിമയുണ്ട്. ഒറ്റ ബിസിനസ് നടത്തിക്കാണ്. ഇന്നൊക്കെ ബിസിനസിന്റെ പുറകിൽ ഓടിയിട്ടുണ്ട്, നടത്തിയെന്നാ ഞാൻ അറിഞ്ഞത്. അത് നമ്മുടെ ഒരു ഭാഗ്യം. അത് ചെയ്യട്ടെ, അതാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇത് പണ്ട് തൊട്ടുള്ള പ്രൊഡ്യൂസറാണ്. എവിടെയും സൺ ടി വിയിലാണെങ്കിലും എല്ലാത്തിലും കണക്ഷൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ബിസിനസിന്റെ കാര്യം നമ്മൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് 100%. അതാണ് എന്റെ പ്രൊഫഷണലിസം. അതിന്റെ സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് അറിഞ്ഞത് കൃത്യമായിട്ട് എന്റെ കച്ചവടം നടത്താനുള്ള എന്റെ ബ്രില്യൻസി. നമ്മുടെ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് പോലെ അത് ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത്. ഈ ട്രെയിലറിൽ എൻ്റെ പേര് കൊണ്ടുവച്ചു. ഞാൻ അതിനകത്ത് എൻ്റെ പേര് കൊണ്ടുവച്ചിട്ട് വിനീത് എൻ്റെ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഹൈദർക്ക ഒരു കാര്യം പറയാനുണ്ട്, ഹൈദർക്കയുടെ പേര് ഞാൻ ഉപയോഗിച്ചു. എവിടെയാണെന്ന് എന്നോട് പറഞ്ഞില്ല. ട്രെയിലർ കാണുമ്പോഴാണ്, എന്നെ സുബേർ കാണിച്ചു തന്നില്ല, ട്രെയിലർ റിലീസ് ചെയ്യുമ്പോഴാണ്. എങ്ങനെയാണ് എൻ്റെ പേര് പറയണം എന്ന് വിനീത് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ, അപ്പോൾ എനിക്ക് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ ഫോൺ വന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ മനോഹരനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ആ റിപ്പോർട്ടറിലെ ഹൈദർ വിളിച്ചത് ഞാൻ കൊടുത്തില്ല. അപ്പോൾ മനോഹരൻ ചിരിച്ചു, മനോഹരൻ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറക്ടറോടും പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ആഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ജയലാലേട്ടനും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൈദർക്കയുടെ പേര് പറയാൻ കാരണം അതൊരു പ്രശ്നമാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇക്ക തന്നെ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചില്ലേ എന്താ പറയുക, എൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ട്രെയിലർ. അല്ല എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരാളാണ്. ഇല്ലാന്നുമല്ല, ഞാൻ നെഗറ്റീവ് കമന്റുകൾ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആളാണ്. പോസിറ്റീവ് കമന്റ് കൂടുതൽ നെഗറ്റീവ് ആണ് ഞാൻ നോക്കുന്നത്. ഇത് നെഗറ്റീവ് അല്ലല്ലോ. അല്ല ഞാൻ നോക്കുന്നത് അല്ല, ഇതെനിക്ക് വിനീത് പറഞ്ഞപ്പോൾ എനിക്കൊരു പോസിറ്റീവ് തീർച്ചയായിട്ടും ബ്രാൻഡായി മാറിയില്ലേ. അത് തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് വിനീത് പറഞ്ഞ നമ്മൾ അത് കഴിഞ്ഞ ദിവസമാണ് ഫോണിൽ വാട്സാപ്പിലൊന്നും ഞാൻ ഇത്. അല്ല ഞാനത് ഹൈദർക്കാക്ക് അത് ഇഷ്ടമാവും എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേര് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ വോയിസ് നോട്ട് കിട്ടിയപ്പോൾ ഓക്കെ, ഇത് തിരിച്ചടിച്ചിട്ടില്ല, ഇത് കറക്റ്റായിട്ടാണ്
ശരിക്കും ആ ട്രെയിലർ കണ്ടപ്പോ ആ പേര് പറയുമ്പോൾ വിനീതേട്ടൻ ചിരിച്ചോണ്ട് പറയണു, ഇത് കാണുന്ന എല്ലാ ആൾക്കാരും ചിരിക്കുന്നുണ്ട്. അതല്ല അതിന്റെ ഏറ്റവും വലിയ പ്ലസ് അല്ലേ? കാരണം അത്രത്തോളം നിങ്ങളുടെ പേര് ഓഡിയൻസിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പേര് ഉപയോഗിച്ച വിനീത് എടുക്കുന്ന സിനിമയിൽ എനിക്ക് ചാൻസ് വേണമെന്ന് ഞാൻ അവകാശപ്പെടുന്നു. എന്റെ പേര് അല്ല, എന്റെ പേര് ഉപയോഗിച്ച് വിനീത് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് അഭിനയം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷെ അഭിനയിക്കാൻ ഈ ക്യാരക്ടർ ഇന്റർവ്യൂ എടുക്കുന്നതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് അഭിനയിക്കും? വിനീത് വെട്ടിരിക്കാതെ വിനീത് വെട്ടിരിക്കാതെ അല്ല, ഒരു കൺസേൺ പറഞ്ഞിട്ടില്ലേ ഇത്രയും ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടുന്നതാണ് ചോദ്യം. അല്ലെ പിന്നെ വിനീതേട്ടനൊക്കെ ഈ പറഞ്ഞ പോലെ ഇക്കയുടെ ഡേറ്റിന് വേണ്ടി മാറി നിൽക്കേണ്ടി വരും അല്ലേ? ഒന്ന് അഭിനയിക്കാൻ ഒരു തള്ളു കയറി അല്ലേ? പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് ഇന്റർവ്യൂ എടുക്കുന്നതാണ്. പിന്നെ ഇതാ പുതിയ പ്രൊജക്ട് അനൗൺസ് ചെയ്തു അല്ലേ? അതിലേക്ക് പോയിട്ടാണ് പുതിയ പ്രൊജക്ട് അനൗൺസ് ചെയ്തു. പ്രഷർ ഒത്തിരി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അല്ലേ? ആരെയും ഒഴിവാക്കാതെ പ്രൊജക്ട് കൊണ്ടുപോകണം. അല്ല, എല്ലാവരും സമ്മതിച്ചു. എനിക്ക് അതാണ്, ഞാൻ ഓരോരുത്തരെയും വിളിക്കുന്ന സമയത്ത് അവർ ചെയ്യോ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഓരോരാളോടും പറഞ്ഞത്. പക്ഷേ ചോദിച്ച എല്ലാവരും കമ്മിറ്റ് ചെയ്തു. ചിലപ്പോൾ 1-2 പേരും കൂടെ ഉണ്ടാവും ഇനിയും പേര് പറയാറായിട്ടില്ല. ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ ലിസ്റ്റിൽ ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. അല്ല, ആ ലിസ്റ്റിലില്ല, ലിസ്റ്റിലാണ്. അടുത്ത ലിസ്റ്റിൽ കയറാൻ താല്പര്യമുണ്ടോ? ലിസ്റ്റിലുള്ള അപ്പൊ ഇനിയും ഒരു 2-3 പേരും കൂടെ നമ്മൾ പ്രതീക്ഷിക്കാം. അല്ല, 2-3 പേരല്ല, 1-2 പേര് ചിലപ്പോൾ ഉണ്ടാവും. ദൈവം അനുഗ്രഹിച്ചാൽ ഉണ്ടാവും. എന്നത്തേക്കാണ് ഷൂട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് പറയാവുന്നൊരു സിറ്റുവേഷനിലായിട്ടില്ല ഹൈദർക്ക. നമ്മൾ ഈ വർഷം ഉണ്ടാവും. ഈ വർഷം ഉണ്ടാവും അല്ലേ? ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും. അതെ, ലൊക്കേഷനൊക്കെ കണ്ടെല്ലാം സെറ്റാക്കി വെച്ചേക്കാം. ഓൾമോസ്റ്റ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഫൈനലൈസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു ജാതകം അഭിനയിക്കുന്നുണ്ട്. ഫൈനലൈസിങ് ഇത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റെക്കി ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രണവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സമ്മതിക്കുകയാണ് ചെയ്തത്. പ്രണവിനെ കുറേ നാളായി ആളുകൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞതിന് ശേഷം കാണാൻ കഴിയാതെ യാത്ര ചെയ്യുന്ന പ്രണവിനെ വിനീത് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രഷർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ല, അപ്പൂനെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പം ഞാനും പോയി പറയുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവൻ കമ്മിറ്റ് ചെയ്യുമോ. കാരണം അവൻ്റെ പ്ലാൻ മാത്രം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവന് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പോലും അവൻ കമ്മിറ്റ് ചെയ്യണമെന്നില്ല. ഞാനത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ എപ്പോൾ തൊട്ടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നാണ്. ധ്യാൻ എന്ത് പറഞ്ഞു? ധ്യാൻ്റെ അടുത്ത് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ന്യൂസ് എൻ്റെ സ്ക്രിപ്റ്റ് പുറത്തു പോകുമല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ ഓഗസ്റ്റിൽ വന്ന് പറയാൻ പറഞ്ഞു. ഇപ്പൊ ഹൈദർക്കാക്ക് എൻ്റെ കഥ അറിയാലോ, അതാണ് പ്രശ്നം. അല്ല അല്ല, അവനറിയാവുന്നത് മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം. അല്ല, ധ്യാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. അതെ അതെ, ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. അല്ല, അവൻ കഥ പറയുന്നുണ്ട്, കഥ പറഞ്ഞു കൊടുക്കണ്ട. അത്ര സന്തോഷമുള്ള കാര്യമല്ല. അല്ല, അത് സന്തോഷമുള്ള കാര്യമല്ല. ഞാൻ എല്ലാം ഒരു സീക്രസിയിൽ സ്ക്രീൻ പ്ലേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയുടെ ഒരു പുതുമ കളയാൻ പാടില്ല. ശരിക്കും വിനീതേട്ടന് ഒരു പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ കാണുന്നവരുള്ള വെയിറ്റിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഇത് തന്നെയാണ്, പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എത്രയും വേഗം തിയേറ്ററിൽ കാണണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതാണ് വിനീതേട്ടൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും ഡയറക്ഷനിലും മേക്കിങ്ങിലും ഉള്ള ഒരു ഹൈലൈറ്റ്. എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ് ആളുകൾ. അത് ധ്യാൻ അതിലും കൂടുതൽ വെയിറ്റിംഗ് ആണ്. വിനീതിലും കൂടുതൽ സന്തോഷത്തിലാണ് ധ്യാൻ എന്ന് എനിക്കറിയാം. ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം, എനിക്ക് ആ ചേട്ടൻ്റെ സിനിമ എന്നുള്ള സാധനത്തിലേക്ക് ഭയങ്കരമായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ധ്യാനെ വിളിച്ച്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ചെയ്തിട്ട് 10 വർഷമായി. വർക്ക് ചെയ്തിട്ടില്ല. അതെ അതെ. ഇപ്പോഴാണ് അവന് പറ്റിയൊരു സാധനം വന്നത്. നിവിനും ഉണ്ട്, അതും എനിക്ക് ഭയങ്കര. അജുവുണ്ട്. നിവിൻ ഇതിലുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ല, നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് എവിടെയാണെന്ന് ചോദ്യം ഉയർന്നു തുടങ്ങിയായിരുന്നല്ലോ. അതെ അതെ. അല്ല, ഞാൻ വരെ പല ഇൻ്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ടോ, ഇനി ആ ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതെ മാറ്റിക്കളഞ്ഞല്ലോ. അതെ അല്ലേ? അതാണ് നിങ്ങളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ വരുമ്പോൾ വലിയ സിനിമയാവും. കുറുക്കൻ ഹിറ്റാകുന്നതോടൊപ്പം തന്നെ ആ സിനിമ ഹിറ്റാകണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. താങ്ക് യു. അങ്ങനെ ഹിറ്റിലേക്ക് പോകണം. ഈ പറഞ്ഞതുപോലെ വിനീതിൻ്റെ കയ്യിൽ നിന്നും ഇനിയും സിനിമകൾ വരണം. കുറുക്കൻ സൂപ്പർ ഹിറ്റാകട്ടെ. കുറുക്കൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക്. തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയൊരു സിനിമയാണ്. കൂടുതലായിട്ട് തിയേറ്ററിൽ കുറച്ച് സമയം മനസ്സ് തുറന്ന് ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി പടം ഇഷ്ടപ്പെടും. അല്ല, ഇത്തരം ഒരു കഥകളൊക്കെ വന്നിട്ട് കുറേ ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമകൾ നല്ല സിനിമയാണെങ്കിൽ പ്രഷർ ഏറ്റെടുക്കും. അല്ല, ഹ്യൂമർ ഉള്ള സിനിമകൾ ഇപ്പോൾ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞങ്ങൾക്ക് ഇതിലുള്ള ഹൈലൈറ്റ്. അതാണ് പ്രതീക്ഷ. ഇതിലെ ഹ്യൂമർ വർക്കായ ഈ സിനിമ നന്നായി വർക്കാവാൻ സാധ്യതയുള്ള സിനിമയാണ്.
അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഈ സിനിമയിലെ കുറച്ച് പോർഷൻസ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലാകാനുള്ള കണ്ടന്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ എനിക്കൊക്കെ പണിയായിരുന്നു ചുരുക്കം. അല്ലേ? ആ വൈറലല്ല, ലാഫിംഗ് വൈറലുണ്ടല്ലോ. അല്ല നമ്മള് അത് നമ്മളീ സിനിമയുടെ, ഞാൻ ഈ കുടുംബത്തിലെ അംഗമാണല്ലോ. ഓക്കെ. കുറുക്കൻ സിനിമയിൽ, മഹാസുബേറിന്റെ സിനിമയിൽ ഞാൻ അംഗമാണ്. അഭിനയിക്കണമൊന്നും വേണ്ട എനിക്ക്. ഞാൻ അവിടെ ലൊക്കേഷൻ എത്രയോ പ്രാവശ്യം വന്നല്ലേ, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ലൊക്കേഷൻ എപ്പോഴും വരുന്ന ആൾ. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. കുറുക്കൻ ആരാണെന്ന് പ്രേക്ഷകർ കണ്ടു വിധി എഴുതട്ടെ. നമ്മൾ എക്സാം എഴുതി വെച്ചിരിക്കുന്നു, ഇനി മാർക്കിൻ്റെ പ്രേക്ഷകരാണ്. പ്രേക്ഷകർക്ക് വിട്ട് നൽകുകയാണ്. എന്തായാലും സൂപ്പർ ഹിറ്റ് ആണ്. ഇതിൻ്റെ 25, 50, 100 ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകട്ടെ. ഇത്ര നേരം സഹകരിച്ച 3 പേർക്കും വളരെ നന്ദി. ഇന്റർവ്യൂ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ വിനോദം? ഒരു പ്രശ്നമില്ല, വിവാദം ഉണ്ടാവാൻ സാധ്യതയില്ല, അതിൽ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണണം. OTT ബിസിനസ് ഉണ്ടാവും, സാറ്റലൈറ്റിന് എല്ലാം 90 ദിവസം കഴിഞ്ഞ ശേഷമുള്ളൂ ടി വിയിൽ വരുവുള്ളൂ എന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം മാത്രം സിനിമയെക്കുറിച്ച് അഭിപ്രായം എഴുതുക. നേരിട്ട് വിളിച്ചും അഭിപ്രായം പറയാവുന്ന വ്യക്തികൾ തന്നെയാണ് ഇതിൽ. ഇത്ര നേരം ഞങ്ങൾ സഹായിച്ച 3 പേർക്ക് ഒത്തിരി നന്ദിയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.